നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിലേക്ക് അബണ്ടൻസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വെൽത്ത് ലക്ക് കൊണ്ടുവരുന്ന കുറച്ച് ലക്കി പ്ലാന്റ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിലാദ്യത്തെ ആളെന്ന് പറയുന്നത് ജേഡ് പ്ലാന്റ് ആണ്. ജേഡ് എന്ന് പറയുന്ന പ്രഷ്യസ് ഗ്രീൻ സ്റ്റോണിൻ്റെ ഷേപ്പിനോട് സാമ്യമുള്ള ഇലകളുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. ഗുഡ് ലക്ക്, ഗ്രോത്ത്, മണി ലക്ക്, സക്സസ് കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ്. വീട്ടിലോ ഓഫീസിലോ ഇത് നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മണി ട്രീ ആണ്. പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രമാണ് ഈ പ്ലാന്റ്. പ്രോസ്പെറിറ്റി, അബണ്ടൻസ്, ഗ്രോത്ത് എല്ലാം ഉണ്ടാകുന്നു. കൂടാതെ സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാനായിട്ടും ഒരു പോസിറ്റീവ് എനർജി വീട്ടിൽ കൊണ്ടുവരാനും ഹെൽപ്പാക്കുന്നതാണ് ഈ പ്ലാന്റ്. മൂന്നാമതായിട്ട് നമുക്കറിയാവുന്ന ലക്കി ബാമ്പു അല്ലേ. ലക്കി ബാമ്പുവിനെ പറ്റി നമുക്ക് പലർക്കും പല അറിവുകളുണ്ട്. പക്ഷേ ഫെങ്ഷുയിൽ പറയുന്നത് ഈ ബാമ്പു നമ്മുടെ വീടിൻ്റെയോ ഓഫീസിൻ്റെയോ ഫ്രണ്ടിൽ വെക്കുന്നത് ബിസിനസ്സൊക്കെ സക്സസ്ഫുൾ ആക്കുന്നതിനും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിനും കാരണമാകുന്നു എന്നാണ്. ബാക്ക് സൈഡിൽ വെച്ചാൽ അതൊട്ടും നല്ലതാകില്ല എന്നുമാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് കാക്ടസ് പോലെയുള്ള വളരെ ഷാർപ്പ് എഡ്ജോടു കൂടിയുള്ള പ്ലാന്റ്സിനെ പറ്റിയാണ്. അത് എൻട്രൻസിലോ നമ്മുടെ മെയിൻ ഡോറിലോ ഒന്നും വെക്കാൻ പാടില്ല എന്ന് പറയും. അനാവശ്യമായ കലഹങ്ങൾ വീടിനുള്ളിലോ അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് തമ്മിലോ ഒക്കെ കലഹങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയും. ഇത് വീടിൻ്റെ പുറത്ത് വെക്കാം നമുക്ക്, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലും വെക്കാം. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജീനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഹോണി പ്ലാന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേസമയം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ്. എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പ്ലാന്റ് ആണ് മണി പ്ലാന്റ്. മണി പ്ലാന്റ് എന്ന പേര് കേട്ടാലേ അറിയാം ധനസമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. വാസ്തുവിലും ഫെങ്ഷുവിലും ഈ പ്ലാന്റിന് വലിയ പ്രാധാന്യമുണ്ട്. വീടിൻ്റെ വടക്ക് കിഴക്കൻ കോണിലോ ഈസ്റ്റ് ഡയറക്ഷനിലോ വെച്ചാൽ ഏറ്റവും നല്ല ഫലം ലഭിക്കും. അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് വായുവിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുകയും സങ്കടങ്ങളും അതുപോലെ നെഗറ്റീവ് എനർജിയൊക്കെ അകറ്റുന്നതിന് സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അലോവേറയാണ് അല്ലേ. അലോവേറ എല്ലാവരുടെയും വീട്ടിൽ സാധാരണ കാണാറുണ്ട്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഉപയോഗിക്കുന്ന അലോവേറ ഒരു ലക്കി പ്ലാന്റ് കൂടിയാണ്. ഇത് ക്ഷുദ്രശക്തികളെയും ദോഷങ്ങളെയും ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. അടുത്തത് പീസ് ലില്ലിയാണ്. ഇത് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കും എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ കൂളായ വൈബ് നിങ്ങളുടെ മനസ്സും വീടും ശാന്തമാക്കും എന്നാണ് പറയുന്നത്. അപ്പം വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ ഉണങ്ങിയ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ കൊണ്ടുവരുന്നത്. അതിനാൽ അതിനെ ഉടനെ തന്നെ റിമൂവ് ചെയ്ത് പകരം ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചെറിയ പ്ലാന്റ്സ്, നാമ്പൊക്കെ വരുന്ന ചെറിയ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുക. ഇളം പച്ച നിറത്തിലുള്ള പ്ലാന്റ്സ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഗ്രോത്ത് എനർജിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് സക്സസ് കൊണ്ടുവരും എന്നാണ് വിശ്വാസം. ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലക്കി പ്ലാന്റ് സെലക്ട് ചെയ്ത് വീടിനകത്തോ ഓഫീസിലോ വെച്ച് നോക്കുക. ഭാഗ്യവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെറുതായി എത്തിത്തുടങ്ങും. ഇത് പൂർണ്ണമായും വിശ്വാസമാണെങ്കിലും പോസിറ്റീവ് എനർജി നേടാൻ ഈ പ്ലാന്റുകൾ സഹായിക്കുന്നതിൽ ഒട്ടും സംശയം വേണ്ട. ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഒരു ഹെൽത്തി, ഹാപ്പി, സക്സസ്ഫുൾ ലൈഫ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.